ചേട്ടാ, ഈ സുനിൽ കനകോലു അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ട്, എത്ര സീറ്റ് കിട്ടും എന്നൊക്കെയുള്ള ഒരു റിപ്പോർട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അത് എത്തിയതോടുകൂടി സതീശൻ്റെ ക്യാമ്പിൽ കുറച്ച് എന്താ പറയുക, ആഘോഷങ്ങൾ, പൂത്തിരികൾ കത്തിക്കുന്നതിനൊക്കെ ഒരു ശമനം വന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് ഒന്ന് അങ്കലാപ്പിലായിട്ടുണ്ട്. ഇത് രണ്ടും അങ്ങ് തമ്മിൽ ഒക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ? പ്രജിത, ഇതിൽ സുനിൽ കനകോലുവിനെ കുറിച്ച് ഒരു ചെറിയ വിശദീകരണം നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാം. അതായത് സുനിൽ, അത് അറിയാം, ഞാൻ പറയാതെ തന്നെ ഇപ്പൊ കുറെ അധികം പേര് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇങ്ങനെ പോകുന്നവർക്ക് അറിയാം സുനിൽ കനകോലു ആരാണ്. അതായത് സുനിൽ കനകോലു എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ എഞ്ചിനീയറാണ്. ഇപ്പോൾ BJPയെ ഭരണത്തിലെത്തിയതിൽ ഒരു പങ്ക് വഹിച്ച ഒരു പ്രൊഫഷണലിസ്റ്റാണ്. കണക്കുകൾ, ഡേറ്റാസ് ഒക്കെ വെച്ച് അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ സുനിൽ കനകോലു കൊടുത്തിരിക്കുന്ന കണക്കിൽ അദ്ദേഹം കേരളത്തിലുടനീളം സഞ്ചരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനും കൊടുത്തിരിക്കുന്ന കണക്കിൽ UDFന് ആകെ 63 സീറ്റേ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. ഈ 63 സീറ്റ് എന്ന് പറയുന്നത് കേട്ടപ്പോൾ തന്നെ UDF ക്യാമ്പിൽ, സതീശൻ ക്യാമ്പിൽ എന്നല്ല, മൊത്തത്തിൽ തേളേടിയായി. കാര്യം ഇവരെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അടിയൊക്കെ കൂടും, നല്ല ഗംഭീര അടികളൊക്കെ കൂടും, തൊഴുത്തുകുത്തൊക്കെ നടത്തും. ഭരണത്തിന്റെ കാര്യം കേൾക്കുമ്പോൾ അയ്യോ കിട്ടൂലേ എന്ന്. കാര്യം 10 കൊല്ലമാണ് പോയിരിക്കുന്നത്. ഈ 10 കൊല്ലം പോയിട്ട് ഇനി കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്നാമത് കോൺഗ്രസ് മുക്ത ഭാരതം. അപ്പൊ 63 സീറ്റ് എന്നാ പറയുന്നത്. 63 സീറ്റ്, ആകെ 63 സീറ്റ് കിട്ടുന്നൊക്കെയാണ് സതീശൻ വെച്ച് കാച്ചിയത്. അതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്നറിയോ, AICCക്ക് അദ്ദേഹം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ 63 സീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആകെ 63 സീറ്റ്. ഇത് 2026 കോൺഗ്രസിന് ഒറ്റയ്ക്ക് കിട്ടാനുള്ള സീറ്റ് എന്ന് പറയുന്നത് എത്രയെന്ന് അറിയോ? അവർ പ്രഡിക്റ്റ് ചെയ്യുന്ന സീറ്റ്, കോൺഗ്രസിന് ഒറ്റയ്ക്ക് അവർക്ക് കിട്ടാനുള്ള സീറ്റ് 72 സീറ്റ് അവർക്ക് കിട്ടുമെന്ന് അവർ പറയുന്നത്. കോൺഗ്രസ് ഒറ്റയ്ക്ക് പറഞ്ഞിരിക്കുന്ന 72 അല്ല, ഒറ്റയ്ക്ക് അവർ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന 63 സീറ്റ്. ഈ ഒറ്റയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ സീറ്റാണ് ആകെ മൊത്തം ഉള്ളതെന്നാണ് AICCക്ക് കനകോലു കൊടുത്തിരിക്കുന്നത്. ആകെ മൊത്തം അത് മാത്രമേ കിട്ടുള്ളൂ. മുസ്ലിം ലീഗും കൂടെ കൂട്ടി. അപ്പൊ കോൺഗ്രസിന് ആകെ ഒരു 40 സീറ്റ് എന്ന് വെച്ചോ, 40-45. ലീഗിന് ഒരു 28 ഒക്കെ വരും. കാര്യം ലീഗിന് ഉറപ്പാണ്, ലീഗ് മാത്രമേ ഉള്ളൂ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ളത്, ബാക്കിയുള്ള എല്ലാം കണക്കാം. അപ്പോ എന്ത് വന്നാലും കോൺഗ്രസിന് 72 സീറ്റ് ഒന്നും കിട്ടത്തില്ല. ബഹുമാനപ്പെട്ട VD സതീശന്റെ കണക്കനുസരിച്ച്, അദ്ദേഹത്തിന്റെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസിന് ഈ പറയുന്ന 64 സീറ്റ്, 63 എന്ന് പറഞ്ഞത്, അതെ, UDFന്റെ ആകെയുള്ള കനകോലുവിന്റെ റിപ്പോർട്ട് പ്രകാരം UDFന് ആകെ കിട്ടുന്ന 63 സീറ്റ് തന്നെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് 63 സീറ്റും ലീഗിനും കൂടെ ചേർത്ത് 100 സീറ്റ് എത്തിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട VD സതീശൻ ഇപ്പോൾ AICCയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നിലമ്പൂര് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ ഒരു കണക്കെടുപ്പ് ഇത് പുറത്തു വന്നിരിക്കുക. PV അൻവറിന്റെ ജയം, അത് ഞാൻ പറഞ്ഞു വന്നത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വരുമ്പോൾ PV അൻവറിന്റെ ജയം ഇത്തരത്തിൽ കോൺഗ്രസിന് കിട്ടേണ്ട വോട്ട് കൂടെ ആയിരുന്നു എന്നൊരു വർത്തമാനം ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ചുകൂടെ വിലക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു വന്ന കാര്യം വീണ്ടും ഞാൻ ഒന്നുകൂടെ വരികയാണ്. അതായത് ഈ സുനിൽ കനകോലു എന്ന ഇലക്ഷൻ എഞ്ചിനീയർ ഇവർക്ക് വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ട് ഈ AICCയുടെ വക്താവ് കേരളത്തിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് ഇത് വെക്കാൻ പോകുന്ന സമയത്ത് ഈ സതീശന്റെ റിപ്പോർട്ട് സതീശൻ കൊണ്ട് കയറ്റുകയാണ്. അതിനൊന്നും ഒരു വിലയില്ല, സതീശന്റെ റിപ്പോർട്ടിനാണ് വില എന്ന രീതിയിൽ AICCയിലെ വക്താക്കൾക്കിടയിൽ ഈ കനകോലുവിനെ ഒന്നുമല്ലാതാക്കി. മനസ്സിലായില്ലേ? കനകോലു എന്ന് പറഞ്ഞാൽ AICC പണം കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ, ഭയങ്കരമായ കുറെ കണ്ടെത്തലുകളുണ്ട്. ഈ പറയുന്ന പോലെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ ഏരിയയിലൊക്കെ ഈ CPMന് ഭയങ്കരമായ സ്ട്രെങ്ത് ഉള്ള സ്ഥലങ്ങളുണ്ട്. ഈ ലോക്സഭ പോലെ അല്ല. കാസർഗോഡൊക്കെ ചില സീറ്റുകളൊക്കെ ചുമ്മാ ഇറങ്ങിപ്പോയാലും CPMന് അതിൽ കൊണ്ടുവരാൻ പറ്റും. കണ്ണൂരും അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. കോഴിക്കോട് ചിലപ്പോൾ ഇച്ചിരി ഇടിച്ചു നിൽക്കുമായിരിക്കും. അവിടെ ഈ പാർട്ടിക്കകത്തുള്ള ഉൾപാർട്ടി രാഷ്ട്രീയം കാരണം മൂലയിൽ എടുത്തിരിക്കുന്ന കുറെ നേതാക്കളുണ്ട്. നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച MK രാഘവനുണ്ട്. ഈ പറയുന്ന പല നേതാക്കൾ അവിടെയുണ്ട്. അവരെല്ലാം പണ്ട് P ശങ്കരൻ എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നു. കരുണാകരന്റെ കൂടെ ഉണ്ടായിരുന്ന P ശങ്കരൻ എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു. കരുണാകരന്റെ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു. ഇങ്ങനെ നിരന്തരം കുറേ ആൾക്കാർ അവിടെ നിശബ്ദരായിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമേന്ദ്രനുണ്ട്. ഇങ്ങനെ കുറേ അധികം. ഇവരെല്ലാം നിങ്ങൾ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരണം. ഇപ്പൊ മുല്ലപ്പള്ളി രാമേന്ദ്രൻ KPCC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിനെ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞാണ്. അദ്ദേഹം ഇന്നുവരെ KPCC ഓഫീസിൽ തിരിച്ചു വന്നിട്ടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ
നിരവധി പേർ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നവരുണ്ട്. കനകോല് കൊടുത്ത റിപ്പോർട്ടിലാണ് അവരെല്ലാം ആൾക്കാരുടെ മധ്യത്തിലേക്ക് VM സുധീരൻ, പിന്നെ ഉമ്മൻചാണ്ടിക്ക് ഒപ്പം വർക്ക് ചെയ്ത ആളാണ് അദ്ദേഹം. AK ആന്റണിക്ക് വയ്യെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസൻസ് ഒക്കെ കാണിക്കണം. ഇങ്ങനെയുള്ള റിപ്പോർട്ടൊക്കെ കൊടുത്തപ്പോൾ അവരെയൊന്നും കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഇല്ല എന്ന രീതിയിൽ വളരെ നിസ്സാരവൽക്കരിച്ച് കഴിഞ്ഞു. VD സതീശൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന യങ്സ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യം, ഇവർക്ക് ശേഷം ഇവിടെ പ്രളയമൊന്നുമല്ല. നമ്മൾക്ക് ശേഷം വേറെ ഇവിടെ ആൾക്കാർ ഈ ലോകത്ത് വരും. അവരെല്ലാം വയസ്സുമാകും. ഇതേപോലെ ഇവർ വയസ്സാവുന്ന പോലെ ഈ പറയുന്ന സതീശനും വയസ്സാവും. ഇവരൊക്കെ കാലത്തിനൊരു വേഷപ്പകർച്ചയുണ്ടല്ലോ. ആ കാലത്തിന്റെ വേഷപ്പകർച്ച നമ്മളിൽ എല്ലാവർക്കും ബാധകമാകുന്ന ഒരു കാലം വരും. അത് ഇവരൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ PV അൻവറിന്റെ വോട്ട് പിന്നെ പാർട്ടിയെ UDF-നെ ബാധിച്ചു എന്നുള്ളത് ഇപ്പോൾ കുറേശ്ശെ പതുക്കെ സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. ആർക്ക് വരുന്നുണ്ട്? UDF-ന് വരുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ 63 സീറ്റേ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ ഈ കാണുന്ന ഓതിരം കടകം, ഈ കണ്ട ബഹളങ്ങൾ, ഇത് CPM-ൽ പിണറായി വിജയന്റെ കൊമ്പ് വെച്ച വേലകൾ, അല്ലാതെ കുതിരയ്ക്ക് കൊമ്പ് കൊടുത്ത പരിപാടികളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിൽ ഈ 63 സീറ്റേ കിട്ടുമെന്ന് പറയുമ്പോൾ അതൊന്ന് നമുക്ക് ഇത്രയേറെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും 63 സീറ്റ് എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു ഗൗരവത്തോടെ കോൺഗ്രസ് കാണേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ ഈ പിന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഈ CPM-ന് ഉറച്ചു കിട്ടാൻ പോകുന്ന സീറ്റ് എത്രയെന്ന് അറിയോ? ഈ കണക്കില് 50 സീറ്റ് CPM-ന് ഉറപ്പാണ്. 50 സീറ്റ് അവർക്ക് മേൽക്കൈ അവർ നിലനിർത്തുന്നുണ്ട്. ഇത്രയും അത് വേറൊന്നും കൊണ്ടല്ല, ശ്രദ്ധിക്കണം. അതെ, ഈ വിഷയം ഉള്ളത് കൊണ്ട് തന്നെ എന്നിട്ട് പോലും അവർ മേൽക്കൈ നിലനിർത്തുന്നു. 50 സീറ്റ് അവർക്ക് കിട്ടുമെന്ന് പറയുന്നു. പിന്നീട് അവർക്ക് അത് ഉറപ്പാണ്. ബാക്കി 28 സീറ്റ് അവർക്ക് പിടിച്ചാൽ മതി. കാര്യം 72 സീറ്റും കണ്ടാൽ മതി നിയമസഭ. അല്ല, അതിനിടയിൽ ഞാൻ മറ്റൊരു കാര്യം കേട്ടത്, ചേട്ടനും കേട്ടിട്ടുണ്ടാവുന്ന കരുതുന്നത്, കാരണം ഇത്രയും സാഹചര്യങ്ങൾ ഒത്തുവന്നിട്ടും UDF-ന് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലും വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ പലതവണയായിട്ട് കേൾക്കുന്ന ഒരു വാർത്തയാണ്. ചേട്ടനും അത് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. കാരണം ഇവരുടെ കോൺഫിഡൻസ് ആകാം, ഓവർ കോൺഫിഡൻസ്, അത് വിഷയമാകാനുള്ള സാധ്യതയും അങ്ങനെയുള്ള പ്രശ്നങ്ങളെ മുതലെടുക്കാൻ CPM-നെ നന്നായിട്ട് അറിയാം. സംഘടനാ സംവിധാനം അവർക്ക് ശക്തമാണ്. അപ്പോൾ CPM തന്നെ, അത് അല്ലെങ്കിൽ ഇടതുപക്ഷം തന്നെ വീണ്ടും ഭരണത്തിൽ വരുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. കേൾക്കുന്നത് തന്നെ നമുക്കൊരു വല്ലാത്ത കാര്യം വെച്ചാൽ നമ്മൾ ഈ പൊതുജനം കാണുന്നത് അങ്ങനെയാണ്. അല്ല, ആളുകൾ ചിന്തിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പോകും, ഈ അടിയാണെങ്കിൽ ഒട്ടും ഭരണം നടക്കില്ല എന്നുള്ളതാണ്. അതായത് അധികായരായിട്ടുള്ള എന്താ പറയാ, അധികായരായിട്ടുള്ള നേതാക്കൾ ഇല്ല. കുറെ മികച്ച നേതാക്കളെ ഇവര് പിന്നോട്ട് മാറ്റി നിർത്തി. ഇല്ലേ, ചേട്ടൻ പറഞ്ഞ എത്രയോ പേരുകൾ, അവരെയെല്ലാം മുൻനിർത്തിക്കൊണ്ട് വേണം ഒരു ഭരണ സംവിധാനം. മുൻനിർത്തുക മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞു അവർക്ക് വയസ്സായി, ശരിയാണ്, ഇവരും വയസ്സാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും അവരൊക്കെ നിഴലുപോലെയെങ്കിലും കൊണ്ട് നിർത്തണം. നിഴലുപോലെയല്ല ചേട്ടാ, അവരുടെ പ്രവർത്തന മികവ്, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു പരിചയമുണ്ടല്ലോ, അത് മുതലാക്കണം. അത് മുതലാക്കാതെ ഇനി ഞങ്ങൾ മതി എന്ന് പറഞ്ഞുകൊണ്ട് സതീശനും പിള്ളേരും കാണിക്കുന്ന ഈ ഗാങ്ങിസം, അല്ലെ, ഈ ഒരു ഗ്യാങ് കളിക്കുന്ന ഈ കളിയിൽ ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെടാനുള്ള സാധ്യത ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ചേട്ടൻ പറഞ്ഞ പോലെ കനകോലുവിന്റെ റിപ്പോർട്ടാണെങ്കിൽ പഠിച്ചു കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ്. പഠിച്ചു കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ്. മറ്റത് എന്ന് പറയുന്നത് ഒരു പുറമേനി കണ്ടുള്ള റിപ്പോർട്ട്. ഇത് ഇപ്പൊ ഈ പറയുന്നത് പോലെ അവിടെ നമ്മുടെ ഇതാണ്, നമ്മൾ ജയിക്കുമെന്ന് പറയും. പക്ഷെ ഉള്ളുകളികൾ, അടിയൊഴുക്കുകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പഠനം നടത്തുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഈ കഴിഞ്ഞ ഉപതിരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ജയിക്കണമെന്നില്ല. പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അല്ല നിയമസഭയിൽ എപ്പോഴും ഒരു മേൽക്കൈ, അതിന് എപ്പോഴും ഏതൊരു സമയത്തും, ഇനി കോൺഗ്രസ് ഭരണത്തിൽ വന്ന സമയത്തായാലും അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനൊക്കെ CPM-ന്, ഇടതുപക്ഷത്തിന് കഴിയാതെ അവരുടെ സംഘടനാ സംവിധാനം. അതെ, അപ്പൊ അതുകൂടി നമ്മൾ മാനിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ നമ്മളിതിൽ പറഞ്ഞു വരുമ്പോൾ 50 സീറ്റ് CPM-ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അവിടെയും കോൺഗ്രസ്, CPM എന്ന പാർട്ടിക്ക് മാത്രം. ബാക്കി 28 സീറ്റ് അവർക്ക് പിടിച്ചാൽ മതി. അത് ഈ 50 സീറ്റ് എവിടെ നിന്നറിയോ? കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, അങ്ങനെ വടക്കൻ മലബാർ.
അങ്ങനെ വരുമ്പോൾ ഈ കോൺഗ്രസ് പറയുന്നത് 100 സീറ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. UDFന് ആകെ കിട്ടാൻ പോകുന്നത് ഈ പറയുന്ന 63 സീറ്റ് എന്നാണ് പറയുന്നത്. ആകെ കിട്ടാൻ പോകുന്ന 63 സീറ്റ് എന്നാണ്. ഏതായാലും ഇത്തരത്തിൽ 63 സീറ്റ് മാത്രമേ ആകെ കിട്ടുള്ളൂ എന്ന് പറയുന്നത് UDF ക്യാമ്പിൽ അങ്കലാപ്പ് വളരെയധികം ഉണ്ടാക്കിയിട്ടുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വർക്കൊന്നും പോരാ, ഈ വർക്കിനെ സംബന്ധിച്ച് ഈ വർക്കും തമ്മിലടി പണിയെടുക്കണം. പണിയെടുത്താലേ പോയ സീറ്റുകൾ, ഇപ്പൊ CPM കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുന്ന സീറ്റുകൾ ഉറപ്പായ 50 സീറ്റും പിന്നെ 28 സീറ്റോടെ കിട്ടിയെന്ന് പറയുമ്പോഴേ അവര് തെക്കൻ ജില്ലകളിൽ പത്തനംതിട്ട, കോട്ടയം, പിന്നെ ഈ തിരുവനന്തപുരം, കൊല്ലം, ഈ തിരുവനന്തപുരം, കൊല്ലം എന്നൊക്കെ പറയുന്നത്, പത്തനംതിട്ട എന്നൊക്കെ പറയുന്നത് ഈ മാറിക്കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ അങ്ങോട്ട് വേണോ ഇങ്ങോട്ട് വേണോ, ചിലപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ട് നിന്ന് വീണ് കൊടുക്കും. അപ്പോൾ ഈ വീഴാൻ പോകുന്നതിനെ ഇങ്ങോട്ട് വീഴിക്കുക, എങ്ങനെ UDFിലേക്ക് വീഴിക്കുക, അവിടെയാണ് ഇവരെ ടാലന്റ് ഇവർ കാണിക്കേണ്ടത്, അല്ലേ?